എറണാകുളം ജില്ലയിലെ പറവൂരിലെ ജൂത ദേവാലയം സിനഗോഗ്, ആ സിനഗോഗിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതിലെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലും വിവരങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കേരളത്തിലെ ജൂത സിനഗോഗുകളിൽ ഏറ്റവും വലുതും പൂർണ്ണവുമായ ഒന്നാണ് ഈ പരവൂരിലെ, എറണാകുളം ജില്ലയിലെ പരവൂരിലെ നമ്മൾ ഈ കാണുന്ന ജൂത ദേവാലയം. പരമ്പരാഗത ജൂത സിനഗോഗ് വാസ്തുവിദ്യയുടെയും കേരളീയ വാസ്തുവിദ്യാ ശൈലിയുടെയും സവിശേഷമായ സമ്മിശ്രണത്തോടെയാണ് പറവൂർ സിനഗോഗ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമാണ്. നമ്മൾ ഈ കാണുന്ന കാഴ്ച, നമ്മൾ കടന്നു വന്ന ഗേറ്റ് പോലും, നമ്മൾ കടന്നു വന്ന പ്രവേശന കവാടം പോലും ഒരു കേരള കൾച്ചറിൽ ഉള്ളതാണ്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇനി ഈ മൂന്നാമത്തെ ബിൽഡിംഗ് ആണ്, ഒരു 400 വർഷത്തെ പഴക്കം. അതിന്റെ പുറത്തെ ചില ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുമ്പോൾ താഴെതാവിടെ ഒരു ചെറിയ ഇത് കാണുന്നുണ്ടല്ലോ, അടിത്തറ കാണുന്നുണ്ടല്ലോ. അത് ആ അടിത്തറ എന്ന് പറയുന്ന പഴയ പള്ളിയുടെ കുറച്ച് ഭാഗങ്ങളാണ് എന്നാണ് പറയുന്നത്. കാരണം ഇത് ഒന്നിലധികം തവണ അക്രമത്തിന് വിധേയമാവുകയും ഈ പള്ളി നശിപ്പിക്കപ്പെടുകയും ചെയ്തു, ജൂതപ്പള്ളി നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അത് പോർട്ടുഗീസുകാരാണ് ഒരിക്കൽ ഇതിനെ അഗ്നിക്ക് ഇരയാക്കി എന്നുള്ളതും അതിനുശേഷം വീണ്ടും നിർമ്മിച്ചതാണ്. അങ്ങനെ പഴയ കെട്ടിടത്തിന് മുകളിൽ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നുമാണ് ചരിത്രം പറയുന്നത്. ഈ സിനഗോഗിനകത്തുള്ള ചില ദൃശ്യങ്ങളാണ് ഇത്. തോറ സൂക്ഷിച്ചിരുന്ന ചുരുളിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞത്. എന്താണ് തോറ, എന്താണ് ചുരുൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം. എന്തായാലും ഇതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് ഇന്നത്തെ സിനഗോഗ് സംബന്ധിച്ച് ഒരു AD 1616 നിർമ്മിച്ചത്. എന്നാൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അവിടെ ഒരു ഗൈഡുണ്ട്. ഗൈഡ് വിശദീകരണങ്ങൾ നമുക്ക് തരുന്നതാണ്. പക്ഷേ എൻ്റെ മൈക്ക്, അതായത് എൻ്റെ ക്യാമറയുടെ മൈക്കിന് ചെറിയ കംപ്ലൈൻറ്റ് ഞാൻ അറിയാതെ തന്നെ സംഭവിച്ചു പോയി. അതിൽ ലൂസ് കണക്ഷൻ വന്നു. അതുകൊണ്ട് അതിൻ്റെ ശബ്ദം നമുക്ക് കൂടുതൽ എനിക്ക് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി വിശദീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ പറയുമ്പോൾ ഇത് ഇന്നത്തെ സിനഗോഗ് സംബന്ധിച്ച് ഒരു AD 1660 നിർമ്മിച്ചു എന്നൊക്കെയാണ് വിശ്വാസം. എന്നാൽ ഇത് നിർമ്മിച്ചത്, ആദ്യമായിട്ട് ഇതിൻ്റെ പള്ളി കാണുന്നത് AD 750 നിർമ്മിച്ചതായിട്ടാണ് അനുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ആ പഴയ കെട്ടിടത്തിൻ്റെ മുകളിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് ഇന്ത്യയിലെ കോമൺവെൽത്തിലെ ഏറ്റവും പഴയ സിനഗോഗുകളിൽ ഒന്നാണ്. രാഷ്ട്രങ്ങളുടെ ആരാധനയ്ക്കുള്ള സിനഗോഗ് എന്ന നിലയിൽ ഇത് നിലവിൽ പ്രവർത്തിക്കുന്നില്ല. കേരള സർക്കാർ ഇത് ഇപ്പോൾ നവീകരിച്ചിട്ടുണ്ട്. കേരള ജൂത ചരിത്ര മ്യൂസിയം നിലയിൽ പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാൻ ഇത് ഇപ്പോൾ തുറന്നിരിക്കുകയുമാണ്. നമ്മൾ ഈ കാണുന്നത് തോറയിലെ ചില വാക്യങ്ങളാണ്, അത് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഗൈഡ് കൃത്യമായും കാര്യങ്ങൾ പറയുന്നത്. ഹീബ്രു ഭാഷയിലാണ് ഈ തോറ എല്ലാം രചിച്ചിരിക്കുന്നത്. എന്താണ് തോറ എന്നത് നമുക്ക് പറയാം. ഇവരുടെ പ്രധാനപ്പെട്ട ആരാധന ഗ്രന്ഥമാണ് തോറ എന്ന് പറയുന്നത്. ബൈബിൾ പോലെയും ഖുറാൻ പോലെയും ഒക്കെ ഉള്ള ഒരു ആരാധനാ ഗ്രന്ഥമാണ് യഹൂദരുടെ തോറ എന്ന് പറയുന്നത്. ആ തോറ എന്ന് പറയുന്ന അവരുടെ പരിശുദ്ധ ഗ്രന്ഥമാണ്. അതിലെ ചില സൂക്തങ്ങളാണ് ഇങ്ങനെ ഇവിടെ കുത്തിവെച്ചിട്ടുള്ളത്. അത് ആ പ്രദർശനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഈ യഹൂദ സിനഗോഗിലെ ചില സവിശേഷതകൾ വളരെ പ്രത്യേകതയാണ്. കാരണം ഒരു 1948 ആധുനിക ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിതമായതിനു ശേഷം പറവൂരിലെ ജൂതന്മാർ 1948 ആധുനിക ഇസ്രയേൽ രാഷ്ട്രം യഹൂദർക്ക് വേണ്ടിയിട്ട് അവർ ഒരു രാഷ്ട്രം നിർമ്മിച്ചതും ആ രാഷ്ട്രം അവരെ പ്രാവർത്തികമാക്കിയതും നമുക്കറിയാവുന്നതാണ്. ആ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ അതിനുശേഷം 1949 ഒരു കണക്കനുസരിച്ച് 300ഓളം ജൂതന്മാർ പരവൂരിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ വന്നത്. എന്നാൽ അവരിൽ ഭൂരിഭാഗവും 1950ലും 51നും ഇടയ്ക്ക് അവർ തിരിച്ച് ഇസ്രയേലിലേക്ക് തന്നെ വൻതോതിൽ കുടിയേറിയെന്നും കണക്കുകൾ പറയുന്നുണ്ട്. 1970കളോടെ പിന്നെ അവരുടെ ഈ മിനിയാൻ എന്ന് പറയുന്ന അവരുടെ തികയാതെ വന്നപ്പോൾ, മിനിയാൻ എന്ന് പറഞ്ഞാൽ യഹൂദ ഭാഷയിൽ കോറം എന്നാണ്. കോറം എന്ന് പറഞ്ഞാൽ ആരാധന നടത്താൻ അവർക്ക് ആവശ്യമായിട്ട് 10 യഹൂദർ വേണം, മുതിർന്ന യഹൂദർ വേണം. എന്നാൽ മാത്രമേ അവർക്ക് ആരാധന നടത്താൻ പാടുള്ളൂ അവരുടെ സിനഗോഗിൽ, അവരുടെ പള്ളിയിൽ. പക്ഷേ കേരളത്തിൽ എല്ലാവരും ഇങ്ങനെ ഇവിടുന്ന് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ കുടിയേറി പോയി, അവർ ഇസ്രായേലിലേക്ക് അവർ പലായനം ചെയ്തപ്പോൾ പിന്നെ ഇവിടെ ഈ ജൂതന്മാരുടെ എണ്ണം കുറയുകയും
അവരുടെ വിശ്വാസമനുസരിച്ച് 10 യഹൂദ മുതിർന്നവർ 13 വയസ്സെങ്കിലും കഴിഞ്ഞവരാണ് ഈ മുതിർന്നവർ എന്ന് കണക്കാക്കുന്നത്. പക്ഷെ അവർക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരില്ലാതെ വന്നപ്പോൾ അവിടെ ആരാധന നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ സിനഗോഗിലെ പൊതു ആരാധന അവസാനിപ്പിച്ചു എന്നാണ് പറയുന്നത്. 1988 അവസാനമായി ഇവിടെ ആരാധന നടത്തിയതെന്നും കണക്കുകൾ പറയുന്നുണ്ട്. നമ്മൾ കണ്ടത് അവരുടെ ആരാധനാ കേന്ദ്രമാണ്. അവർ പ്രത്യേകിച്ച് അവരുടെ പ്രീസ്റ്റുകൾ വന്ന് നിന്ന് ആരാധന നടത്തുന്ന കേന്ദ്രമാണ്. അതിന് പ്രത്യേക പെട്ടകം എന്ന സംവിധാനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ഭീമ എന്ന ഒരു, അതായത് അവരുടെ ഉയർന്ന പ്രദേശം, അവർ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉയർന്ന പ്രദേശം, അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിനെ അവർ ഭീമ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് ഭീമ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീസ്റ്റുകൾ കയറി നിൽക്കുന്ന ആ പ്രദേശം, അതാണ് ഈ ഉയർന്ന ആ പ്രദേശം, അതാണ് ഈ ഭീമ എന്ന് പറയുന്നത്. ഇത് അവരുടെ ഒരു പ്രത്യേക ആരാധന രീതിയാണ്. ഇത് അവരുടെ പെട്ടകം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കാണുന്നത് മുകളിലെ ബാൽക്കണിയാണ്. ബാൽക്കണി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ആരാധന നടത്താൻ വേണ്ടി, സ്ത്രീകൾക്ക് താഴെ വന്നിട്ട് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന അവരുടെ പ്രത്യേകതരം ടൈലുകളാണ്. അവർ മച്ചിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടൈലുകൾ പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും മറ്റുമൊക്കെ കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ വളരെ വാസ്തുശില്പം, വളരെ മനോഹരമായ വാസ്തുശില്പ ശൈലിയാണ് അവർ ഈ യഹൂദർ ഈ പള്ളി നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അവിടുത്തെ പള്ളിയുടെ പുറത്തെ ഈ ജനലുകളുമൊക്കെ നമ്മൾ പ്രത്യേകിച്ച് കാണാം. അവിടെ നല്ല കാറ്റും വെളിച്ചവും കടക്കുന്ന തരത്തിലുള്ള നിർമ്മാണ രീതിയാണ്, വാസ്തുശില്പി രീതിയാണ് അവർ അവലംബിച്ചിരിക്കുന്നത്. ആ കാണുന്ന കോണിപ്പടിയുണ്ട്. ഞാൻ ഈ പറഞ്ഞതാണ്, നേരത്തെ പറഞ്ഞ ഭീമ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടത്. ഇത് അവരുടെ പെട്ടകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പെട്ടകം എന്തെന്ന് പറയുന്നത് അവരുടെ ചുരുൾ. ഇതാണ് അവരുടെ ചുരുൾ എന്ന് പറയുന്നത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ തോറ ഉപയോഗിക്കുന്ന മേശയുടെ അവർ ഉപയോഗിക്കുന്ന ജൂതന്മാരുടെ തോറ, ആ തോറ ചുരുട്ടി വയ്ക്കുന്ന, വെള്ളിയിലും മറ്റുമൊക്കെയുള്ള വളരെ ചുരുട്ടി വയ്ക്കുന്നതാണ്. അവർ മടക്കി വയ്ക്കാറില്ല, ചുരുട്ടി വയ്ക്കാറാണ് ചെയ്യുന്നത്. അങ്ങനെ ചുരുട്ടി വയ്ക്കുന്നത്, ആ ചുരുൾ നിവർത്തിയാണ് പ്രീസ്റ്റുകൾ അതിനെക്കുറിച്ച് വായിക്കുന്നതും, വായിച്ച് ഈ പ്രീസ്റ്റുകൾ അവരുടെ പ്രഭാഷണങ്ങൾ, ആരാധനാ സമയത്ത് പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. അപ്പം ഈ മോശയുടെ 5 പുസ്തകങ്ങൾ എന്നർത്ഥം വരുന്നതാണ് തോറയുടെ കയ്യെഴുത്ത് പകർപ്പിനെയാണ് നമ്മൾ തോറ എന്ന് പറയുന്നത്. യഹൂദരുടെ പ്രാർത്ഥനാ വേളയിൽ തോറ വായിക്കുന്ന ചടങ്ങിലാണ് തോറ ചുരുൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇത് അവരുടെ തോറ സൂക്ഷിക്കുന്ന പെട്ടകമാണ്. ഇത് അവർ വളരെ കാര്യമായിട്ട് തോറ ആരാധനയ്ക്ക് ശേഷം സൂക്ഷിക്കുന്ന ഇടമാണ്. അത് വളരെ കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്ഥലത്താണ് അവർ ഇത് സൂക്ഷിക്കുന്നതെന്നും നമ്മുടെ ഗൈഡ് വിശദീകരണം നൽകുന്നുണ്ട്. തേക്ക് തടിയിലും മറ്റും നിർമ്മിച്ച അതിമനോഹരമായ ശില്പങ്ങളാണ്, ശില്പചാരുതയാണ് ഈ പള്ളിയിലെ അവർ പ്രധാനമായിട്ട് അവരുടെ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അവരുടെ സ്ഥലങ്ങൾ ചേർക്കുന്നത്. ഇതിലെല്ലാം ഹീബ്രു ഭാഷയിൽ ചില സൂക്തങ്ങളെല്ലാം കുത്തിവെച്ചിട്ടുമുണ്ട്. ഇതെല്ലാം ഇതാണല്ലേ ഹീബ്രു ഭാഷയിലുള്ളവരുടെ വചനങ്ങളാണ്. ഇത് ഇവിടെ ഒരു റബ്ബായി വന്ന് എഴുതിയതാണ്. ഇപ്പോൾ ഈ സ്റ്റെപ്പ് കയറി വന്നത് ബാൽക്കണി ഭാഗത്താണ്. ഇവിടെയാണ് സ്ത്രീകൾ പ്രാർത്ഥനയ്ക്കിരുന്നത്. ഈ പ്രദേശത്ത് സ്ത്രീകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുമായിരുന്നു.
അവർക്ക് താഴെ വന്ന് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പ്രധാനമായിട്ടും ഇവിടെ ഈ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ടാണ് അവർ ആരാധന നടത്തിയിരുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് അവിടെ ഇരുന്നു കൊണ്ട് താഴേക്ക് അവർ നോക്കി അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥന നടത്തും. ഇവിടെ താഴെ ഈ പറയുന്ന ഈ ഉയർന്ന പ്രദേശത്ത് ഇവിടെ ഇരുന്നവർക്ക് താഴത്തെ ഈ പ്രാർത്ഥന ചടങ്ങുകളെല്ലാം വീക്ഷിക്കാനും ഒക്കെ കഴിയുമായിരുന്നു. അതിൻ്റെ താഴെയാണ് പ്രീസ്റ്റുകൾ, ഈ നേരത്തെ പറഞ്ഞ 10 പ്രീസ്റ്റുകൾ എന്ന് പറയുന്നത്. അവരുടെ 10 പ്രീസ്റ്റുകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അവർക്ക് അവരുടെ ഒരു കോറം തികയണമെന്നുണ്ട്. ആ 10 പ്രീസ്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോറം തികയൂ. അത് അവർ ഇവിടെ നമ്മൾ ഈ കാണുന്നത് അവരുടെ സ്ത്രീകൾക്ക് കടന്നു വരാൻ പറ്റുന്ന പുറത്തുനിന്ന് തന്നെ, അകത്തുകൂടെ അല്ലാതെ പുറത്തുനിന്ന് തന്നെ പിന്നെ ഗോവണി വഴി അകത്തേക്ക് കടന്നു വരാൻ പറ്റുന്ന ഇടനാഴിയാണ്. അങ്ങനെ പുറത്തു നിന്ന് തന്നെ നേരിട്ട് ഗോവണി വഴി ഈ ഇടനാഴിയിലേക്ക് കയറി വരികയും ഇതിലൂടെ ഈ ബാൽക്കണിയിലേക്ക് വന്ന് ആരാധന നടത്താനും ഉള്ള സൗകര്യം സ്ത്രീകൾക്കുണ്ടായിരുന്നു. അവർ പള്ളിക്കകത്തൂടെ അല്ല ഈ ആരാധനാ കേന്ദ്രത്തിലേക്ക് കയറിയിരുന്നത്. എന്തെങ്കിലും ഈ അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ, അവരുടെ പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ ഇതിൽ കാണുന്നത്. പക്ഷേ എങ്കിൽ പോലും അവരോട് ചെറിയ വിവേചനം ഈ യഹൂദ മതം ഉണ്ടായിരുന്നു. അവർക്ക് മറ്റ് ആണുങ്ങളോടൊപ്പം തന്നെ നിന്ന് പ്രാർത്ഥന നടത്താനുള്ള, ഒരുമിച്ച് നിന്ന് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും അനുവാദവും ഉണ്ടായിരുന്നില്ല. അവർക്ക് പ്രത്യേകിച്ച് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ വളരെ കൃത്യമായ സൗകര്യങ്ങളാണ് അവർ ഒരുക്കിയിരുന്നത് എന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ ചിത്രങ്ങളിൽ നിന്നും ഈ ദൃശ്യങ്ങളിൽ നിന്നും. ഇതിനകത്ത് സ്ഥലമുണ്ടല്ലേ? സിഗാറാണിത്. അതായത് ഗാമയുടെ ആൾക്കാരെ യൂസ് ചെയ്ത സിഗരറ്റിന്റെ പൈപ്പിന്റെ ചൈനീസ് ഫ്രൂട്ട്സിന് എല്ലാവരും വെച്ചാണല്ലേ? മുകളിലെ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഇത് നമ്മൾ താഴെ വന്നതിന് ശേഷം ചിത്രീകരിച്ചതാണ്. സിനഗോഗിൻ്റെ പുറത്തെ ചില ദൃശ്യങ്ങൾ പിന്നീട് താഴെ വന്നതിന് ശേഷം നമ്മൾ ചിത്രീകരിച്ചു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നിരവധി ശിലകളും അതിൽ ഹീബ്രു ഭാഷയിൽ എഴുതിയ ചില സൂക്തങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തൊക്കെയാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല, നമുക്കത് അറിയില്ലല്ലോ. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ ചിത്രീകരിച്ച് മുന്നോട്ട് നടക്കുകയാണുണ്ടായി. വളരെ ചുറ്റിലും ഇത്തിരി വലിയ, നേരത്തെ പറഞ്ഞല്ലോ, കൊച്ചിയിലെ സിനഗോഗിൽ വെച്ച് ഇത്തിരി വലിയ, ഏറ്റവും വലിയ സിനഗോഗാണ് നമ്മൾ ഈ കാണുന്ന പറവൂരിലെ സിനഗോഗ്. അവിടുന്ന് കിട്ടിയ ശിലകൾ പലതും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ ജൂത സിനഗോഗുകളിൽ ഏറ്റവും വലുതും പൂർണ്ണവുമായ ഒന്നാണ് നമ്മൾ ഈ കാണുന്നത്. അതിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. കൊച്ചിയിൽ തന്നെ 8 സിനഗോഗുകൾ ഉണ്ട് എന്നാണ് കണക്കുകളുള്ളത്. അത് 8ഉം ഇപ്പോൾ സംരക്ഷിത സ്മാരകങ്ങളാക്കി സൂക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും നമ്മൾ ഈ കാണുന്നത് പരവൂരിലെ സിനഗോഗാണ് ഏറ്റവും വലുതും പൂർണ്ണവുമായ സിനഗോഗ്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.